നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു സസ്യമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്, കുമാരി അഥവാ കറ്റാർവാഴ. ലിലിയേസിയ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം അലോവേറ എന്നാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും സ്ത്രീരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളിലും ഇത് ധാരാളമായി ഉപയോഗിക്കുന്നു. ഏകദേശം 30 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വരുന്ന ഈ സസ്യം ഹിമാലയൻ പ്രദേശങ്ങളിലും കേരളത്തിലും ധാരാളമായി കണ്ടുവരുന്നു. ചുവപ്പ് കലർന്ന മഞ്ഞ നിറമുള്ള പൂക്കളാണ് ഈ സസ്യത്തിനുള്ളത്. വിത്തുകൾക്ക് കറുത്ത നിറമാണ് കാണുന്നത്. ഘൃതകന്യക, ഘൃതകുമാരി, കുമാരി എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ ഈ ചെടിയുടെ പേരുകൾ. അലോയിൻ എന്ന ഗ്ലൂക്കോസൈഡാണ് ഈ സസ്യത്തിൻ്റെ പ്രധാന ഘടകം. കറ്റാർവാഴയുടെ കൂടുതലായുള്ള ഔഷധ ഗുണങ്ങളെപ്പറ്റി നമ്മളോട് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. കറ്റാർവാഴ അല്ലെങ്കിൽ കുമാരി എന്ന് പറയും. കുമാരികൾക്ക് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ ആർത്തവ ശുദ്ധി ഉണ്ടാക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ഔഷധമാണ് കറ്റാർവാഴ. ഈ കറ്റാർവാഴയുടെ ഈ നീരെടുത്ത് അല്ലെങ്കിൽ അത് കഷായം വെച്ച് ലേശം ശർക്കര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധമുള്ള ആർത്തവ രോഗങ്ങൾ മുഴുവൻ ശമിക്കും. അതുപോലെ തന്നെ ഇത് വേറൊരു അത്ഭുതമായ സ്ഥിതി ഇതിൻ്റെ ലിവറിലുണ്ടാവുന്ന ആക്ഷനാണ്. ഇത് പറഞ്ഞ ഫാറ്റി ലിവർ, മഞ്ഞപ്പിത്തം, ലിവറിൽ നീര് കെട്ടുക, അതുപോലെ ലിവറിലുണ്ടാവുന്ന ഈ ക്യാൻസറുകൾ, ഇതിലെല്ലാം ഈ കറ്റാർവാഴ കഷായം വെച്ചോ അല്ലെങ്കിൽ സ്വരസം എടുത്തോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫലപ്രദമാണ്. ഈ കുമാരിയാസവം ആണ് ഇതുകൊണ്ടുണ്ടാക്കുന്ന ഏറ്റവും അത്ഭുതമായ മരുന്നുണ്ട്. കുമാരിയാസവം, അതുപോലെ ഈ സുമാരം, യോഗ, എല്ലാം കറ്റാർവാഴ ചേരുന്നതാണ്. പിന്നെ ഈ കറ്റാർവാഴയുടെ അതിൻ്റെ ഈ മാംസളമായ സാധനത്തിൽ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ത്വക്കിന് മൃദുത്വം ഉണ്ടാവും. അതുപോലെ ഇത് വെച്ച് എണ്ണ കാച്ചിട്ട് തലയിൽ തേക്കുക, മേലെ തേച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ത്വക്കിനുണ്ടാകുന്ന ആ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ത്വക്ക് ദൃഢത എന്ന് പറയും, അതുണ്ടാവാനും ഈ കറ്റാർവാഴ വളരെ ഫലപ്രദമാണ്.